Hi friends, പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ടീഷർട്ടാണ്. നമുക്ക് വേസ്റ്റ് ആയിട്ട് നമ്മൾ ചെറിയ കീറിയൊക്കെ ആണെങ്കിൽ നമ്മൾ കളയുന്ന ടീഷർട്ട് കൊണ്ട് നമുക്കൊരു ടെയിലൊക്കെ തുടയ്ക്കാൻ പറ്റിയ ഒരു മോപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, എന്നാലേ നമ്മൾ ചെയ്യുന്ന വർക്ക് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ടീഷർട്ടിൻ്റെ കൈ ഭാവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ആ സെൻറ്റർ നമുക്ക് നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കൈയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നൂലിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എൻഡിൽ നമ്മൾ ഒരിക്കലും എൻഡിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തുക. ഇപ്പം നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ വലിച്ച് നമുക്കൊരു നൂല് പോലെ, അതായത് നമ്മൾ നെടുവി വരും. ഒരുപാട് ബലം വേണ്ട, ചെറിയ ബലത്തിൽ വലിക്കുമ്പോൾ നൂല് പോലെ നമുക്ക് നെടുവി വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാം ഈ രീതിയിലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നീളവും നൂലിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ 3 കളറ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 ടീഷർട്ടിൻ്റെ പീസുകളാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം നല്ല കളറാകുമ്പോൾ കാണാൻ നമുക്കൊരു ഭംഗി ഉണ്ടാവും. നമുക്കൊരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പഴയ പൈപ്പ്, അതായത് ഞാനൊരു മോപ്പിൽ നിന്ന് ഇളക്കിയെടുത്ത പഴയ പൈപ്പാണ്. അപ്പോൾ ഇതേപോലെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കട്ട് ചെയ്ത ആ ബോട്ടിലിനകത്ത് കയറുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. മടക്കിയെടുത്തിട്ട് നമ്മൾ ആ ബോട്ടിലിനകത്ത് കയറ്റാൻ കണക്കാക്കി ആ അളവ് വെച്ചിട്ടാണ് നമ്മൾ മടക്കാൻ. അപ്പോൾ നമുക്കൊന്ന് മടക്കിയെടുക്കാം. നന്നായിട്ട് നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ കങ്കൂസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്കൊന്ന് കോർത്തെടുക്കണം. കാരണം വെച്ചാൽ ഇത് വെള്ളം നനയുമ്പോൾ ഇളവി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ബലത്തിലിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നൂല് വെച്ചിങ്ങനെ കോർത്തെടുക്കുന്നത്. നന്നായിട്ട് കെട്ടിയെടുക്കണം. ഇതിന് ഈ ബോട്ടിലിൽ കയറ്റേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് മടക്കിയതിന് ശേഷം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആറാൾഡോ അല്ലെങ്കിൽ നല്ല ബലമുള്ള പശ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമുക്ക് വയ്ക്കാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഗ്ലൂ ഗണ്ണാണ് വെക്കുന്നതെങ്കിൽ നന്നായിട്ട് വെക്കണം. കാരണം ഞാൻ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രസ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ മോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മോപ്പ് നല്ല രീതിയിൽ നമുക്ക് ഈ കളറാണ് നമ്മൾ ടീഷർട്ടിൻ്റെ കളർ സെലക്ട് ചെയ്യും പോലെ ഇരിക്കും അതിൻ്റെ കാണാനുള്ള ഭംഗി. അതുപോലെ നമ്മൾ ഭംഗി വേണമെങ്കിൽ ഈ ബോട്ടിൽ നമ്മൾ ഒരു പെയിൻറ്റ് ചെയ്ത് നമുക്കൊന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന നൂലിൻ്റെ ആ കളറാക്കി എടുക്കാൻ കഴിയും. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് പെയിൻറ്റ് ചെയ്യുകയാണ്.
മോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്കിവിടെ ഒന്ന് തുടച്ച് നോക്കാം. നമ്മളെ സാധാരണ മോപ്പ് പോലെ തന്നെയാണ്, വേറെ ആ ഒരു കാണാനൊക്കെ ആ ഒരു ലുക്കൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളെ മോപ്പ് എങ്ങനെ പൊളിയല്ലേ? നമുക്ക് പിന്നെ വെറും നമ്മുടെ പഴയ ടീഷർട്ടും അതുപോലെ തന്നെ പഴയ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു 200 രൂപയ്ക്ക് മേളിൽ 200 സംതിങ് നമുക്ക് വില ഉണ്ടാവും നമുക്കിത് മേടിക്കാൻ വേണ്ടി. നമുക്ക് 1 രൂപ ചിലവില്ലാതെ നമുക്കിത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടാവണം. അപ്പോൾ ശരി, ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണും. ഓക്കെ, ബൈ.